ഇതിനെന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങളെയും കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേവിച്ച് വെച്ച ഗ്രീൻ പീസ്, അതുപോലെ തന്നെ മുട്ട, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, വേപ്പില, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കുക. ഞാൻ കടുക് പൊട്ടി കഴിയുമ്പോഴാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കുന്നത്. സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കണം. മസാലയായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഗരം മസാല, എഗ് മസാല, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കണം. അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഭയങ്കര പെട്ടെന്ന് ഇളക്കരുത്. എന്നുവെച്ചാൽ ചൂടായിട്ട് ആ മുട്ട ഒന്ന് കട്ട പോലെ ആവണം. എന്നാലാണ് നമുക്ക് കുറച്ച് വലിയ പീസസ് ആയിട്ട് എഗ്ഗ് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ലോണം അത് മിക്സ് ചെയ്യുക. അതിന് ശേഷം അവസാനമാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് തക്കാളിയും കൂടെ ചേർക്കാം. ഞാൻ തക്കാളി ചേർത്തിട്ടില്ല. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം. ദെൻ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് എഗ് ബുർജി എന്ന് വിളിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ സിമ്പിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ബൈ.